യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചെന്ന കേസിൽ പത്തനംതിട്ടയിൽ ക്രൈംബ്രാഞ്ചിന്റെ വ്യാപക പരിശോധന. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന. രാഹുൽ അനുയായികളുടെ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുകയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് എവിടങ്ങളിലൊക്കെയാണ് പരിശോധന നടക്കുന്നത്? ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എന്താണ്? യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തി എന്ന കേസിലാണ് ഇപ്പോൾ രാഹുലിന്റെ അനുയായികളുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നെത്തിയ അന്വേഷണ സംഘമാണ് ഇപ്പോൾ അടൂരിലും ഏനാദിമംഗലത്തും ഏഴംകുളത്തുമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധനകൾ നടത്തുന്നത്. പ്രധാനമായും വീടുകളിൽ എത്തിയ ശേഷം അവരുടെ രേഖകൾ പരിശോധിക്കുന്നു. അതോടൊപ്പം രാഹുലിന്റെ അനുയായികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുത്ത് ഫോണിൽ നിന്നുള്ള വിശദാംശങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പ്രധാനമായി രാഹുലിന്റെ വീട്ടിലേക്ക് ഇന്ന് അന്വേഷണ സംഘം എത്താനുള്ള സാധ്യത കുറവാണ്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മെമ്പർഷിപ്പുകൾ ചേർത്ത പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഏതായാലും പരിശോധന പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വിവരമില്ല. 3 സംഘങ്ങളായി തിരിഞ്ഞ് ഇതുവരെ 3ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധന നടത്തിയായിട്ടാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.